കഴിഞ്ഞു. ചേട്ടാ ഒരു വനില കൂടെ തരൂ. എനിക്ക് പിസ്ത മാത്രം തന്നാ മതി. സംശയടോ? ബണ്ണി വാനില ചോദിക്കുന്ന നേരത്തെ നീ എന്തിനാ പിസ്ത വേണമെന്ന് പറയുന്നത്? കഴുതേ, എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. സംശയണ്ടോ? വല്ലാത്ത ചൂടെടുക്കുന്നുണ്ട്. അതെ ചേട്ടാ, ഞാൻ കുറച്ചു സമയം ഈ ഫ്രിഡ്ജിനകത്ത് കയറി ഇരുന്നോട്ടെ. നീ പോയി നിന്റെ വീട്ടിലെ ഫ്രിഡ്ജിനകത്ത് കയറി ഇരിക്കടാ. ബണ്ണി, ബണ്ണി, നിന്റെ പക്കൽ ഈ ട്രക്കിങ്ങിന് പോകുന്ന ടെന്റ് ഉണ്ടോ തരാനായിട്ട്? ഉണ്ട്. അതെനിക്ക് വേണമായിരുന്നു. ഞാൻ ക്യാമ്പിങ്ങിനായി പോവുകയാണ്. കൊള്ളാം, നമുക്ക് എല്ലാവർക്കും പോവാം. ഗേൾസ് മാത്രമേ പോകുന്നുള്ളൂ. സാധനം എടുക്കാനായിട്ടും ആഹാരം പാചകം ചെയ്യാനായിട്ടും ഞങ്ങളെ കൊണ്ടുപോകൂടെ? പറ്റില്ല, എല്ലാ ജോലിയും ഗേൾസ് തന്നെ ചെയ്യും. ഞാനാണ് സ്വീറ്റി, ക്യാമറമാൻ ലല്ലന്റെ ഒപ്പം. ഞാൻ ഈ ക്യാമറമാനോടൊപ്പം ന്യൂസും ഉണ്ടാക്കും. എന്നാൽ ലല്ലനെ കൊണ്ടുപോകാൻ കഴിയില്ല. വേണ്ട, എന്നോടൊപ്പം ക്യാമറമാൻ പിങ്കി വരും. ഞാൻ പാടങ്ങളും തീരങ്ങളും ഷൂട്ട് ചെയ്യുന്ന കണ്ടാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ലോങ് ഷോട്ടിൽ ഇപ്പൊ തന്നെ എന്റെ നെഞ്ച് പടപടാന്നടിക്കാണ്. സംശയമുണ്ടോ? വേഗം പറയൂ മാഡം, എന്താണ് വേണ്ടത്? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ ട്രക്കിംഗ് കിറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ പക്കൽ എക്സ്ട്രാ കിറ്റ് ഉണ്ട്. ക്യാമറാമാൻ പിങ്ങിയോടൊപ്പം. ഗുഡ്, എന്നാ നമുക്ക് ഉടനെ പുറപ്പെടാം. സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് മെയിനാ ലേക്കിൽ എത്തേണ്ടതാണ്. എനിക്കും ക്യാമ്പിങ്ങിനായി പോകണം. സംശയമുണ്ടോ? എനിക്കും പോകണം. എങ്ങനെ പോകും? ഇത് ഗേൾസിന്റെ ഹാങ് ഔട്ട് ആണ്. എങ്കിൽ നമുക്കുടനെ കിറ്റിയോട് പറയാം, ഞങ്ങൾ പെൺകുട്ടികളായി മാറി അങ്ങോട്ട് വരാന്ന്. എന്തൊരു ഐഡിയാടാ കൊച്ചളിയാ. എന്നാൽ ഈ കാര്യം കിറ്റിയോട് പറയേണ്ട ആവശ്യമില്ല. എടാ, ക്യാമ്പിംഗ് ആണ്, ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും. നമുക്കും പെൺകുട്ടികളായി മാറി അടിച്ചു പൊളിക്കാം. ഇല്ല ഇല്ല, ഇത് വളരെ തെറ്റാണ്. നമ്മുടെ സ്വീറ്റിയോടൊപ്പം പിങ്കിയും ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ടല്ലേ? ചില സമയങ്ങളിൽ ചെറിയ തെറ്റുകൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. വേഗം വാ, നമുക്ക് വിഗും തുണിയും ഉടനെ വാങ്ങണം. നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത്? ഒന്ന് വേഗം പറ. എന്താ? പെൺകുട്ടികൾ ഇടുന്നത്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതാ. ആർക്ക് വേണ്ടിയാ വേണ്ടതെന്ന് പറ. എനിക്ക് വേണ്ടി. അവൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി എന്നാ. ഇതാ ഇതാ. ഇതെന്തായാലും നിനക്ക് നല്ല രസമായിരിക്കും. വിഗാണ് വേണ്ടത്, അല്ലാതെ തൊപ്പിയല്ല. സംശയമുണ്ടോ? നിങ്ങളൊക്കെ എന്തായി കാണിക്കുന്നത്? എന്തിനാ പെൺകുട്ടികളുടെ വേഷം ഇങ്ങനെ ഇടുന്നേ? ഞങ്ങൾക്ക് വട്ടാണ്. ഒരേ സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വട്ട് പിടിച്ചതാണ്. സംശയമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കിട്ടിയാ പോരെ? ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ എല്ലാം വേണം. ഓക്കെ, പാക്ക് ചെയ്തേക്കാം. വേണ്ട, ഞങ്ങൾ ഇട്ട് കൊണ്ടുപോവുകയാണ്. സംശയമുണ്ടോ? എനിക്ക് സംശയം ഒരുപാടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കെന്തിനാ അതൊക്കെ? എനിക്ക് എന്റെ സാധനങ്ങൾ വിറ്റാ പോരെ? ഇതാണ് പെർഫെക്റ്റ്. ഇനി ക്യാമ്പിൽ ആർക്കും നമ്മളെ തിരിച്ചറിയാൻ കഴിയില്ല. സംശയമുണ്ടോ? അടുത്തത് നീയാണ്. നമ്മൾ പിടിക്കപ്പെടരുത്, പിന്നെ വലിയ പ്രശ്നമാകും. ഹായ്. ഹായ്, നിങ്ങൾ രണ്ടുപേരും എവിടെയുള്ളതാ? നിങ്ങളുടെ അടുത്ത വീട്ടിലെ. തമാശ പറഞ്ഞതാ, നിങ്ങളുടെ അടുത്ത് നിന്ന് പറയല്ലേ. അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞത്. അതെ, ഞാൻ ചുമരിത്തലേന്ന് വരികയാണ്. ഫോറിനർ ജുമരിത്തലേന്നാണോ? അതെ അതെ, അത് തന്നെയാണ്. ഇവൻ ഓസ്ട്രേലിയയിൽ നിന്നാ വരുന്നത്. അതെ, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാ വരുന്നത്. എന്റെ വീടിന്റെ പേര് ജുമരിത്തല എന്നാണ്. അതെ അതെ, ഒരു മിനിറ്റ് വരുന്നേ. ഹായ്, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറാമാൻ പിങ്കിയോടൊപ്പം. ഹായ്, ഞാൻ മുന്നി, ഈ തത്തമ്മ ചുണ്ടിയുടെ കൂടെ ഒപ്പം.
ഞാൻ നിങ്ങളെല്ലാവരെയും ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ലോങ് ഷോട്ടിൽ. ലോങ് ഷോട്ടിൽ കണ്ടിട്ടുണ്ടാകും, പക്ഷെ ക്ലോസപ്പിൽ എങ്ങനെ മനസ്സിലാക്കും? എല്ലാവരും ഇങ്ങോട്ട് വരൂ. നമുക്കിപ്പോ ഒരു റേസ് നടത്താം. മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ആദ്യം ആര് വരുന്നുവോ അവർക്ക് കിട്ടും ഒരു സ്പെഷ്യൽ പ്രൈസ്. പറക്കുന്നവർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താ ഇതിൽ പങ്കെടുക്കുന്നില്ലേ എന്റെ പിങ്കി ജി? ഇല്ല, ഞാൻ ഷൂട്ടിംഗേ ചെയ്യൂ. ലോങ് ഷോട്ടിൽ അങ്ങ് പോയിക്കോളൂ. നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞാൻ അങ്ങോട്ട് പോയി എന്ത് ചെയ്യാനാ? അതായത് ചെയ്യുമെന്ന് ചോദിച്ചതാ. റെഡി സ്റ്റഡി ഗോ. ഹായ്. നിന്റെ കൈ ഇങ്ങതാ കിറ്റി. നീ സ്ട്രോങ് തന്നെയാ. താങ്ക്സ്. ഇനി ഇതുപോലെ ആപത്തുള്ള കളികളൊന്നും വേണ്ട. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എന്താ പറഞ്ഞ? അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ ആരാ ഉള്ളത്? ഇവളൊരു ലോല ഹൃദയാണ്. വാ, നമുക്ക് ഡാൻസ് കളിക്കാം ലോങ് ഷോട്ടിൽ. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ. ആരും കണ്ടില്ല. ഇനി ഇങ്ങനെ അബദ്ധം കാണിക്കരുത്. ഡാൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. നീ പെർഫെക്റ്റ് ആറ്റാ. ഞാൻ റിപ്പോർട്ടർ സിറ്റി ക്യാമറാമാൻ പിങ്കിയോടൊപ്പം സ്വിം ചെയ്യാൻ പോവുകയാണ്. ആരൊക്കെ എന്റെ കൂടെ വരുന്നത്? ഞാനിപ്പോ സ്വിം ചെയ്യാൻ പോകുന്നു. വേണ്ട, എനിക്ക് സ്വിമ്മിംഗ് ഒന്നും അറിയില്ല. ഞാൻ കൂടെ വരാം. വേണ്ട, നീ കരുതും പോലെ ഇത് സ്വിമ്മിംഗ് പൂൾ ഒന്നും അല്ല. ഇത് ആപത്താണ്. എടാ, വെള്ളത്തിലിറങ്ങിയ വിഗ് അഴിഞ്ഞു പോകും, സംശയണ്ടോ? നിങ്ങൾ ആലോചിച്ച് വന്നാ മതി. ഞങ്ങൾ പോവുകയാണ്. വേഗം പുറത്തു വാ, വെള്ളത്തിൽ മുതല വരുന്നുണ്ട്. കിറ്റി വെള്ളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കിറ്റി!
പക്ഷെ രക്ഷിക്കാനായി വന്ന അവരവിടെ പോയി. ലോങ് ഷോട്ടിൽ എന്തിനാ ഷോക്കാകുന്നത്? ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ ഷോക്കായത് അതുകൊണ്ടല്ല, നിങ്ങളുടെ ചില സാധനങ്ങൾ ഇപ്പോൾ വെള്ളത്തിൽ പോയിരിക്കുകയാണ്. എന്ത്? കിറ്റി, ഞങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഒരു വിചാരവും ഇല്ലായിരുന്നു. ഞങ്ങൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പെൺവേഷം ധരിച്ചു വന്നതല്ലേ? Sorry. വന്നത് നന്നായി, അല്ലെങ്കിൽ എന്റെ ജീവൻ ആപത്തിലാകുമായിരുന്നു.